ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ് ആൻഡ് ഗസ്. +1 +2 ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്യൂ അറിഞ്ഞപ്പോൾ എക്സാം എഴുതിയ കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഫേസ് ഒന്നും കാണിക്കാതെ ഇതെന്തോന്ന് റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നിങ്ങൾക്കറിയുന്ന ഒരു +2 വിദ്യാർത്ഥിയുടെ മുഖം അങ്ങ് മനസ്സിലോർത്താൽ മതി. അവർക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനോട് പറയാനുള്ളതൊക്കെ തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. +2 കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ മോഡൽ എക്സാം എഴുതിയൊരു കുട്ടി പബ്ലിക് എക്സാമിൻ്റെ ചോദ്യപേപ്പർ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. മോഡൽ എക്സാമും പബ്ലിക് എക്സാമും തമ്മിൽ ഇത്ര വ്യത്യാസം പാടുണ്ടോ? അങ്ങനെയെങ്കിൽ പിന്നെ മോഡൽ പരീക്ഷ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? +2 വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മോഡൽ പരീക്ഷ ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ട്രയൽ റൺ പോലെ കാണുന്നവരാണ് എല്ലാ കുട്ടികളും. പക്ഷേ അതിൻ്റെ പേപ്പർ പാറ്റേൺ പബ്ലിക് എക്സാമിനോട് സാമ്യമില്ലെങ്കിൽ പിന്നെ മോഡൽ എക്സാം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് പിന്നെ മോഡൽ പരീക്ഷ എന്നുള്ള പേരിൽ ഒരു പ്രഹസനം? ഇത്തവണത്തെ മോഡൽ ആൻഡ് പബ്ലിക് എക്സാമുകൾ തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പബ്ലിക് എക്സാമിന് ആദ്യമായി വ്യത്യസ്തവും കഠിനവുമായ ചോദ്യങ്ങൾ കാണുമ്പോൾ വിദ്യാർത്ഥികൾ പകച്ചു പോവുകയാണ്. പഠിച്ചത് കൂടി ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കപ്പോൾ ഉണ്ടാകുന്നത്. മോഡൽ എക്സാം എഴുതുന്ന ഓരോ കുട്ടിയും അതിലൂടെ അവനെ തന്നെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. മോഡൽ എക്സാമിൻ്റെ മാർക്ക് നോക്കിയാണ് ഓരോ കുട്ടിയും അവരെ തന്നെ ഫൈനൽ എക്സാമിന് തയ്യാറാക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം നടത്തിയിട്ട് അതിന് നല്ല മാർക്ക് ലഭിക്കുന്ന ഒരു കുട്ടി എന്താണ് കരുതുക? ഞാൻ ഇതേ രീതിയിൽ പഠിച്ചാൽ തന്നെ എനിക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ പഠന രീതിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവരില്ല. കുട്ടികളിൽ അങ്ങനെ ഒരു വിശ്വാസം കൊടുത്തിട്ടാണ് ഫൈനൽ എക്സാമിന് തീർത്തും വ്യത്യസ്തമായ ചോദ്യപേപ്പർ കൊടുക്കുന്നത്. ഇത് ശരിയാണോ? എത്ര നന്നായി പഠിച്ച കുട്ടികളിൽ പോലും നിരാശയാണിത് ഉണ്ടാക്കുന്നത്. പഠിച്ചതെല്ലാം വെറുതെയായി എന്ന് തോന്നുന്നവർ, പരീക്ഷക്കൊടുവിൽ കരഞ്ഞുപോയവർ, നല്ല മാർക്ക് കിട്ടുമെന്ന് കരുതിയവർക്കും അവസാനം ജയിക്കുമോ എന്ന സംശയം. ഇതൊക്കെയാണ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ അവസ്ഥ. ഇത് കേൾക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, എക്സാമിനല്ലെങ്കിലും എല്ലാം പഠിച്ചു പോകണ്ടേ, നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. ശരിയാണ്, സിലബസിലെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കണം, പഠിക്കണം. പക്ഷേ പരീക്ഷ എഴുതുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ കുട്ടികൾക്ക് പിന്നെ എന്തിനാണ് ക്രിസ്മസ്, മോഡൽ എന്നൊക്കെ പറഞ്ഞ് പരീക്ഷകൾ നടത്തി സമയം കളയുന്നത്? നേരിട്ട് ഫൈനൽ എക്സാം എഴുതിച്ചാൽ പോരെ? അതല്ലേ ഇതിലും നല്ലത്? ക്രിസ്മസ്, മോഡൽ എക്സാമുകളൊക്കെ മുമ്പ് തന്നെ ഫൈനൽ എക്സാമിൻ്റെ പോലെ ഉള്ളതായിരുന്നുവെങ്കിൽ കുട്ടികൾ അതിനനുസരിച്ച് ഫൈനൽ എക്സാമിന് തയ്യാറാകുമായിരുന്നു. എക്സാമിന് അവർക്ക് ഇത്ര ടെൻഷനും നിരാശയും ഉണ്ടാകില്ലായിരുന്നു. ഇതിപ്പോൾ നന്നായി പഠിച്ച കുട്ടികൾ പോലും നിരാശയിലാണ്. ഇതിപ്പോൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ വിഷയമാണ്. സ്കൂളുകളിൽ മതിയായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഫൈനൽ എക്സാമിന് വന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എത്ര സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും? എത്ര കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും? ഓക്കെ, അറിയുന്ന കുട്ടികൾ ഉണ്ടാകും. അവർ അത് പഠിച്ചിട്ടുണ്ടാകുക മറ്റു പല എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്നുമാകും, അല്ലാതെ സ്കൂളുകളിൽ നിന്നാകില്ല. നമ്മുടെ സ്കൂളുകളിലെ പഠന രീതിയിൽ കുട്ടികൾക്കിപ്പോൾ വിശ്വാസം ഇല്ലാതാവുകയാണ്. അതിനെങ്ങനെയാണ്? ഇത്രയധികം കുട്ടികൾ എഴുതുന്ന ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന അക്ഷരത്തെറ്റുകൾ പോലും നോക്കാൻ നേരമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പാണ് കുട്ടികളുടെ പഠനകാര്യങ്ങൾ നോക്കാൻ വരുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് എന്താണ് നീതി? മോഡൽ പരീക്ഷ പബ്ലിക് എക്സാമിന് ഒരു റിഹേഴ്സൽ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പബ്ലിക് എക്സാമിന് അനുസരിച്ചുള്ളതായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം മനസ്സിലാക്കി കൊടുക്കാനുള്ളതായിരിക്കണം. കുട്ടികളെ ഭയപ്പെടുത്താനുള്ള പരീക്ഷയല്ല, അവരെ പ്രാപ്തരാക്കാനുള്ളതായിരിക്കണം. ഒരു വർഷം മുഴുവൻ പരിശ്രമിച്ച് പബ്ലിക് എക്സാമിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ മോഡൽ എക്സാം എന്ന പേരിൽ ഇങ്ങനെ കബളിപ്പിക്കരുത്. മാർക്ക് കുറഞ്ഞാൽ നീ പഠിക്കാത്തോണ്ടാവും, ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കലാണ് എന്ന പഴി കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇത്തവണത്തെ +1 +2 കുട്ടികൾ. അല്ലാതെ പഠിപ്പിക്കാത്തതിനോ അതിന് കുട്ടികളെ പ്രാപ്തരാക്കാത്തതിനോ അക്ഷരത്തെറ്റ് നിറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തതിലോ ആർക്കും പരാതിയുമില്ല, പ്രശ്നവുമില്ല. എക്സാം എല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്തിനാ? അങ്ങനെ ആലോചിക്കുന്നവരോട് ഈ ഒരു കാര്യം വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നാൽ ഇനിയുള്ള വർഷങ്ങളിൽ പരീക്ഷ എഴുതുന്നവർക്കെങ്കിലും നീതി ലഭിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത്തവണ എക്സാം എഴുതിയവർക്ക് നീതി വേണ്ടേ? എക്സാം കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനി എന്തു ചെയ്യാം? ചെയ്യാനുള്ളത് ഈ കാര്യങ്ങൾ അറിയിച്ച് നിങ്ങളുടെ സ്കൂളുകൾ മുഖേനയോ അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം വഴിയോ വിദ്യാഭ്യാസ വകുപ്പിന് നിവേദനം സമർപ്പിക്കുക. പേപ്പർ വാല്യുവേഷനെങ്കിലും ലിബറലാക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കുക. എല്ലാവരും ചേർന്ന് ഇതൊക്കെ ചെയ്താൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായാലോ? അറ്റ്ലീസ്റ്റ് പേപ്പർ വാല്യുവേഷനെങ്കിലും ലിബറലാക്കിയാലോ? ഇത്തിരിയെങ്കിലും ആശ്വാസമാകില്ലേ?
ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ മാക്സിമം പരിശ്രമിച്ചിട്ടും എക്സാമിന് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാൻ പറ്റാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നമുക്ക് കാണാം.